Celebrate the moments of colors. KMT Silks, പെരിന്തൽമണ്ണ, കോട്ടയ്ക്കൽ. മേലാറ്റൂരിൽ വീടുകളിലും കടകളിലും കള്ളൻ കയറി. വലിയപറമ്പിലെ 3 വീടുകളിലും ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലുമാണ് കള്ളൻ കയറിയത്. വീടുകളിൽ നിന്ന് സാധനങ്ങളൊന്നും മോഷണം പോയിട്ടില്ല. വ്യാപാര സ്ഥാപനങ്ങളിലെ പാലിയേറ്റീവ് കെയർ പട്ടികൾ തുറന്ന് പണം കവർന്നു. ബുധനാഴ്ച പുലർച്ചെയാണ് മേലാറ്റൂരിൽ വീടുകളും കടകളിലും കേന്ദ്രീകരിച്ച് മോഷണവും മോഷണശ്രമവും നടന്നത്. മേലാറ്റൂർ വലിയപറമ്പിലെ 3 വീടുകളിലാണ് മോഷണശ്രമം നടന്നത്. വലിയപറമ്പിലെ പുത്തൻപീടിക ഫൈസൽ, മരത്തുംപുള്ളി കല്യാണി, ആലിപ്പറ്റ സലാഹുദ്ദീൻ എന്നിവരുടെ വീടുകളാണ് മോഷണശ്രമം നടത്തിയിട്ടുള്ളത്. ഇതിൽ പുത്തൻപീടിക ഫൈസലിന്റെ വീടിന്റെ ജനാലയുടെ ലോക്ക് തകർത്ത് മോഷ്ടാവ് അകത്ത് കടന്നെങ്കിലും വീട്ടുകാർ എണീറ്റതോടെ കള്ളൻ രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് മേലാറ്റൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. നൈറ്റ് പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ ഊർജിതമാക്കാൻ പോലീസ് നടപടി സ്വീകരിക്കുമെന്ന് വാർഡ് മെമ്പർ പ്രസന്ന പുളിക്കൽ പറഞ്ഞു. ബുധനാഴ്ച പുലർച്ചെ ഏകദേശം 1 മണിക്ക് ശേഷമായിരിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വലിയ പറമ്പ് 6ാം വാർഡിൽ തന്നെ ഒരു 3-4 വീടോളം മോഷണശ്രമം നടന്നിട്ടുണ്ട്. അതിൽ ഒരു വീട് ഏകദേശം വാതിലൊക്കെ തുറന്ന് ഉള്ളിൽ കയറിയപ്പോഴേക്ക് അവിടുത്തെ സ്ത്രീ ലൈറ്റ് കണ്ട് എണീറ്റു. അതുകൊണ്ട് ആ വീട്ടിൽ മോഷണം നടന്നില്ല. അതുപോലെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു വീട്ടിലും ഇതേ അതിനെ പുറത്തുള്ള ഗ്രില്ല് കുത്തി പൊളിച്ചു. അപ്പോഴേക്കും അവിടുത്തെ വീട്ടുകാർ ഉണർന്നു. ആ സമയത്ത് അവരോടിപ്പോയി. അപ്പോൾ നമുക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ട് രാത്രി പുലർച്ചെ തന്നെ ഇവിടെ പോലീസ് വന്ന് അന്വേഷിച്ചു. പിന്നെ നമ്മൾ വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ പോലീസിന് വിവരം കൊടുത്തിട്ടുണ്ട്. അവർ നൈറ്റ് പെട്രോളിങ് നടത്താൻ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞു. ബുധനാഴ്ച അർദ്ധരാത്രിയോടെയാണ് മേലാറ്റൂർ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലും കള്ളൻ കയറിയത്. മേലാറ്റൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള മലബാർ ഹോട്ടൽ, പാണ്ടിക്കാട് റോഡിലുള്ള മർഹബ മാർക്കറ്റ്, കരുവാരോട് റോഡിലുള്ള പച്ചക്കറിക്കട എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. ഇവിടങ്ങളിൽ സ്ഥാപിച്ചുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ സംഭാവന ബോക്സിലെ ചെറിയ കളക്ഷനും നാമമാത്രമായ തുകയുമാണ് മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പാണ്ടിക്കാട് റോഡിലുള്ള മർഹബ മാർക്കറ്റിൽ കയറിയ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മേലാറ്റൂർ.